തിന്നോളേ. നമ്മളെ കുരുവിക്കൂടുമായിട്ട് ചൗരി ഉണ്ടാവില്ല, സാധാ അമ്പായക്ക് നല്ല ചകിരി ഉണ്ടാവും. നമുക്ക് ഇനി സുക്കിലിട്ടാലോ കഞ്ഞിന്റെ ഒപ്പൊക്കെ 10 മണി കിട്ടാൻ എന്നിട്ട് തൊട്ടാണി അത് നടുവിലാണ് വെച്ചാൽ മതി. വായ, പൂള, ചേമ്പ്, ചേന എല്ലാം ഞാൻ പോകുമ്പോൾ കുത്തികൾ കൊണ്ടുപോകും. നാട്ടിൽ തന്നെ തുണക്കാരോട് കൊണ്ടുവരാൻ പറയും. അങ്ങനെ ഈ അവിടെ കൃഷിയാക്കി. കാരണം നമുക്ക് ഉച്ചയാകുമ്പോഴേക്കും പണി തീർക്കും. രാവിലെ 6 മണിക്ക് പോയി കഴിഞ്ഞാൽ എല്ലാവരും റൂമിൽ കയറാം, വൈകുന്നേരത്താണ് നമ്മൾ നേരത്തെ വരും. നമുക്ക് രസമാണ്. കഞ്ഞിക്ക് വെള്ളം അടുപ്പത്ത് വെച്ചിട്ട് നേരെ തോട്ടത്തേക്ക് ഇറങ്ങാം. മുരിങ്ങ ഉണ്ടാവും, ചീര ഉണ്ടാവും, പയറുണ്ടാവും, എന്താ വേണ്ടിച്ചവിടുന്ന് പൊട്ടിച്ച് അരി തിളക്കുമ്പോഴേക്കും നമുക്ക് കൊണ്ടുവന്നൊരു കൂട്ടാണ്ടാക്കാം. ഞാൻ പോകുന്നോണേ ആ തോട്ടം മൊത്തം നശിച്ചുപോയി. നമുക്ക് താല്പര്യമുള്ളവർക്ക് നമുക്ക് മെനക്കെടാൻ പറ്റുള്ളൂ. ഇപ്പം മൊബൈലിന് തല പൊന്തിച്ചാൽ അരക്കുന്നത് നേരം എന്തും അവിടെ ഉണ്ടാക്കിയുണ്ടാവും. അങ്ങനെ നമ്മൾ എന്ത് ചെയ്ത് വെച്ചാൽ പലരും ഇങ്ങനെ വരും അവിടെ. അപ്പോൾ നമ്മൾ പൈസ വാങ്ങിയിട്ട് കൊടുക്കൂല, നിങ്ങൾ കൊണ്ടുപോയിക്കോളി. ഇപ്പം നിങ്ങൾ മീൻ മാർക്കറ്റിൽ നിന്ന് വരുന്ന ഒരു പെട്ടി മീൻ കൊണ്ട് എൻ്റെ അടുത്തേക്ക് വരിക. ഞങ്ങളൊക്കെ പാടെ കൂടും, അത് നന്നാക്കിയിട്ട് അവിടെ തന്നെ പൂളക്കേങ്ങും പറിച്ച് കണ്ട് അവിടെ വെച്ചുണ്ടാക്കി തിന്നും. പെണ്ണുങ്ങളും കുട്ടികളൊക്കെ ആയിട്ട് രസമായിട്ട് അങ്ങനെ കൂടും. തിരിച്ചു പോകുന്നപ്പോൾ ഈ ആൾക്കാർ പറഞ്ഞ് നാട്ടിൽ പോയിട്ട് ഇതേമാതിരി സ്ഥലം ഉണ്ടായിക്കൊണ്ടാ ഞങ്ങൾ കുട്ടികളും പെണ്ണുങ്ങളായിട്ട് വന്ന് നിൽക്കാൻ. അങ്ങനെ തുടങ്ങിയ വരുവാണ് ജിസാൻ പാർക്ക്. അപ്പോൾ നിങ്ങളുണ്ടാവും. ഇപ്പോൾ ഇയാൾ ജിസാൻ പാർക്ക് എവിടെയെന്ന് പറഞ്ഞത്? മണ്ണാർമല, പെരിന്തൽമണ്ണ മണ്ണാർമല. പെരിന്തൽമണ്ണ 8 കിലോമീറ്റർ. ജിസാൻ പാർക്ക് അടിച്ച ലൊക്കേഷൻ കിട്ടൂലേ? ഗൂഗിൾ N8 എന്ന് പറഞ്ഞ റംബൂട്ടാനാണ്. കേരളത്തിന്റെ കാലാവസ്ഥക്ക് ഏറ്റവും അനുയോജ്യമായതാണ്. ഇൻഷാ അല്ലാഹ് അത് നല്ല രീതിയിൽ ഉണ്ടാവട്ടെ. അപ്പൊ നിങ്ങളിത് വെച്ചിട്ട് ഒരു മാസം ഒക്കെ കഴിയുമ്പോൾ എനിക്കൊരു വീഡിയോ ഇട്ട് തന്നാൽ മതി. അപ്പൊ ഞാൻ നോക്കും ഇതിന് മഞ്ഞളിപ്പോ കാര്യങ്ങളോ എന്തെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ ഒക്കെ ഞാൻ ക്ലിയർ ആക്കി തരുന്നുണ്ട്. ഇൻഷാ അല്ലാഹ്.